കാലി, ഈ മയക്കും സ്പീക്കറും ഒക്കെ തുരുമ്പെടുത്ത് പോയാലും ശരി തന്നെ, രാഷ്ട്രീയക്കാരെ ഒരു പരിപാടി നമുക്ക് വേണ്ട. എന്ത് പറ്റണം? ആ MLA ബർത്ത്ഡേക്ക് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തില്ലേ? പ്രോഗ്രാം കഴിഞ്ഞ് കാശ് ചോദിച്ചപ്പോഴേ ഞങ്ങൾക്ക് വാങ്ങിച്ച ശീലമുള്ളൂ, കൊടുത്ത ശീലമില്ലെന്ന് എന്റെ പേര് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാ കാശും കീശെന്നൊക്കെ പറഞ്ഞു വന്നാലേ നാളെ രാവിലെ ഈ കട തന്നെ കാണൂല്ലെന്ന്. അങ്ങനെ തന്നെ പറഞ്ഞത്. ആ MLA എന്തൊരു കടയുണ്ടല്ലോ. പെണ്ണിമ്പിള്ളയുടെ വേല ഏതോ സിമന്റ് കട ഇട്ടിട്ടുണ്ട്. അവിടെ വരുന്ന് പോവാം. സിമന്റ് വാങ്ങാനാ? അയാൾക്കൊരു പണി കൊടുക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പേടിയല്ല സാർ, പൈസ ചോദിച്ചപ്പോ പൈസ കൊടുത്ത ശീലമില്ല, വാങ്ങിയ ശീലമുള്ളൂ സാർ. ഇത് മൊത്തം നമ്മുടെ ഡയലോഗ് പോലെയുണ്ടല്ലോ. എട്ടുമുട്ടും തിരിയാത്ത നീ എങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത സാധനം വായിച്ചത്? സാറിന് നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞു. സാറുമായിട്ട് ചേർന്നുള്ള ഫോട്ടോയും കാണിച്ചു സാർ. ഒരു ദിവസം ചിലപ്പോ 1000 പേരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തോണ്ട് വരും എന്ന് വിചാരിച്ച് നീ എല്ലാവർക്കും സിമന്റ് അയച്ചു കൊടുക്കൂടാ. അവന്റെ പേരെന്താന്നറിയാവോ? കാലി സാർ. ഏതവനാടാ ഈ കാലി? അവനേതാണ്ട് വലിയ ദാതയാണെന്ന വിചാരം. എവിടെയാടാ അവൻ? ഏതവനാടാ നീ? ആരാ എന്താന്നൊക്കെ വഴിയെ മനസ്സിലാക്കാം. ഷർട്ടിന്റെ കോളർ ഇങ്ങനെ പൊക്കി വെച്ചാ നീ വലിയ ഹീറോ ആകുമെന്നാണോ ധാരണ? എത്ര വലിയ അഹങ്കാരിയായിട്ടാ നീ എന്നോട് കളിക്കാൻ വരുന്നത്? എന്താ പറഞ്ഞേ? വാങ്ങിയ സാധനത്തിന്റെ കാശ് ചോദിച്ചപ്പോ എനിക്ക് വാങ്ങിച്ച ശീലമുള്ളൂ, കൊടുത്ത ശീലമില്ലെന്നല്ലേ? ലൈറ്റ് ഇട്ടതിന്റെ കാശ് ചോദിച്ചപ്പോ താൻ എന്നോട് പറഞ്ഞത് ഇതേ മറുപടി. എന്റെ പവർ എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ? അറിയാം സാറേ, താൻ പറഞ്ഞാലേ തന്റെ ആൾക്കാരെ അടിക്കാൻ നിൽക്കൂ. അത് തന്റെ പവർ. പക്ഷെ ഞാൻ ഒരുത്തനെ അടിക്കണമെന്ന് വിചാരിച്ചാ എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട. അതാണ് എന്റെ മനസ്സിലിരിപ്പോ നീ വലിയ റൗഡിയാണെന്നൊക്കെ ആയിരിക്കും. റോഡിൽ ഇറങ്ങി കഴിയുമ്പോ ഞാൻ നിന്നെക്കാളും വലിയ റൗഡിയാടാ. MLA പദവിയൊക്കെ കിട്ടിയത് ഇപ്പോഴാടാ. രാഷ്ട്രീയക്കാരനാണല്ലോ എന്ന് കരുതി ഒരിത്തിരി ഒതുങ്ങി കഴിഞ്ഞപ്പം നിന്നെ പോലെ ചേറ്റകൾ എന്റെ തലേ കയറുന്ന നിരങ്ങാൻ വരുവാണോടാ? സൗജന്യമായി കൊടുത്തത് നമ്മുടെ MLA. സൗജന്യമായി കൊടുത്തത് നമ്മുടെ MLA. പൊതുജനങ്ങൾക്ക് സിമന്റ് ചേക്ക് സൗജന്യമായി കൊടുത്തത് നമ്മുടെ MLA. ആറുപേർക്ക് കക്കൂസ് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഊഴിയും ചെങ്കല്ലും കൊടുക്കുന്നത് നമ്മുടെ MLA. ഊഴിയും ചെങ്കല്ലും കൊടുക്കുന്നത് നമ്മുടെ MLA. ചുമ്മാ ഇരുന്നെങ്കിൽ സിമന്റ് മാത്രം പോകൊള്ളായിരുന്നു. ഇപ്പൊ ചെങ്കല്ലും മണലും ഊഴിയും ചെങ്കല്ലും സിമന്റും കൊടുക്കുന്നത് നമ്മുടെ MLA. തന്നെ കെട്ടി കൊടുക്കേണ്ടി വരും. ഇനി പറ്റൂലെന്നങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാ ഈ ഏരിയയിലുള്ള 3000 ബോട്ടും വെള്ളത്തിലാകും. സാറി കലിപ്പും മുഖമൊക്കെ മാറ്റി നല്ലോണം ചിരിച്ച് കൈയൊക്കെ ആട്ടി ഇവിടുന്ന് തടി കാലിയാക്കാൻ നോക്ക്. നീ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് എന്റെ ചെലവിൽ കക്കൂസ് കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓരോന്ന് കാണിച്ചു തരാം. എന്തെങ്കിലും മേടിച്ചു നോക്കുന്നേ? ആ സിമെന്റിൽ എനിക്ക് തരാനുള്ള കാശോട് വരവ് വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം. സ്ഥലം ഇടാൻ നോക്കും. ഇത്തരം കാണിച്ചത് അവന്മാരാ. എന്നിട്ട് എന്നെ എന്തിനാ കെട്ടിയിടുന്നത്? നമ്മളോടൊന്നും ചോദിക്കണ്ട. MLA ആൾക്കാരല്ലേ കൈവച്ചേ. കാര്യം കുറച്ച് സീരിയസാ. തന്നെ ചോദ്യം ചെയ്യാനേ മോളിന്ന് വലിയ ഓഫീസറാ വരുന്നേ. അതേത് ഓഫീസറാ? നിനക്ക് എത്ര
നേരം ഇരുന്നിട്ടാ നീ ഇങ്ങനൊക്കെ ചെയ്തത്? അവരടിച്ചതുകൊണ്ടാ ഞാൻ തിരിച്ചടിച്ചത്. ഏയ്, നീ ആരെ അടിച്ച എനിക്കെന്താ? ഞാൻ ആ കാര്യമല്ല ചോദിച്ചത്. അന്ന് നിന്നോട് ഞാനൊരു കിസ് ചോദിച്ചപ്പോ നീ എന്താ എന്നോട് ചെയ്തത്? എന്നോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയല്ലേ? ഇപ്പൊ ഒന്നോടി കാണിച്ച മോനെ. അന്ന് എനിക്ക് നീ തരാതെ പോയ മുത്തമുണ്ടല്ലോ, ഇന്നിപ്പൊ ഞാനേ അന്ന് കാലിയുടെ പേര് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു. ഇന്ന് ഈ തരികയുടെ പരിപാടിയൊന്നും നടക്കില്ല. നീയും കാലിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. മര്യാദക്കൊന്ന് വണ്ടേ കയറി. എന്താ നീ ആലോചിക്കുന്നേ? നീ ആരുടെ പേരാ ആലോചിച്ച്? ആരുടെ പേര് പറഞ്ഞാലും അണ്ണന്റെ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വാ, വന്ന് വണ്ടി കയറി. സമയം കളയാ, വന്ന് കേറ്. അണ്ണാ, എന്താടാ കാലി? എടാ, കാലി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കാലി അവളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അന്ന് പറഞ്ഞല്ലേ? പിന്നെന്തിനാ ഇവൻ ഇവിടെ പറയാ വരുന്നത്? നമസ്കാരം അണ്ണാ. എന്താ പ്രശ്നം? ഒന്നുമില്ലണ്ണ. പെങ്ങളിങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു ഇവിടെ റൗഡികളുടെ ശല്യമുള്ള സ്ഥലമല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറയായിരുന്നു. അപ്പോഴത്തേക്കും അണ്ണൻ വന്ന്. എന്നാ പൊക്കോട്ടെ. വീട്ടിലേക്കാണോ? കേറിയിരിക്കും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കണ്ടിട്ടാണോ ചിരിച്ചത്? ഒരു മാരേജ് ഫംഗ്ഷൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. വാ, കേറിക്കോളൂ. താങ്ക്സ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയെങ്കിലും കുറച്ച് നേരത്തെ വീട്ടിൽ വരാൻ നോക്ക്. പെട്രോള് തീർന്നവനെ വഴി പമ്പിലെത്താനുള്ള പോലും ഉണ്ടാവില്ല. ഇവിടെ പെട്രോൾ ഇരിക്കണ്ടോ? അയ്യോ, എന്റെ വീട്ടില് പെട്രോൾ ഒന്നുമില്ല. അല്ല, മണ്ണെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഐശ്വര്യ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും. ഐശ്വര്യയോ? എന്റെ വണ്ടിയുടെ പേരാ. ശരി, ഞാൻ എടുത്തു തരാം. അകത്തേക്ക് വാ. ആയിക്കോട്ടെ. ഇരുന്നോളൂ. വേണ്ട, കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല, അതൊന്നും സാരമില്ല. കോഫിയാണോ അതോ ചായയാണോ? ഇല്ല, മണ്ണെണ്ണ തന്നാ ഞാൻ പോയേക്കാം. കാറിന് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കാര്യം. വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ എടുക്കാം. എന്ത് തന്നാലും ഞാൻ കുടിച്ചോളാം. എന്നാ അവിടെ ഇരുന്നോളൂ. അതൊന്നുമില്ല, അത് അന്ന് പൊട്ടിയതല്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. രാവിലെ തന്നെ കംപ്ലൈന്റ് കൊടുത്തതാ. എല്ലായിടത്തും അന്വേഷിച്ചായിരുന്നു. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചതാ. എവിടെയൊക്കെയാണോ സാധാരണ പോകാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ അന്വേഷിച്ചതാ. ഒരിടത്തൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. എന്ത് ചെയ്യുമെന്നും അറിയാൻ പാടില്ല. എന്താ മാമ, എന്ത് പറ്റി? കാലിയെ രാവിലെ എഴുന്നേപ്പിക്കുന്ന കഴുതെ കാണാനില്ലടാ. കഴുതെ കാണാതെ പോയാ? എന്താണ് ഇങ്ങനെ എല്ലാരും മായം പൊളിച്ചോണ്ടിരിക്കുന്ന? പോയി അന്വേഷിക്കണേ, അല്ലെങ്കിൽ ദിവസവും രാവിലെ വെറുതെ ഇങ്ങനെ അടി വാങ്ങിക്കേണ്ടി വരും. ഒക്കെ പോയി അന്വേഷിക്ക. പെൺകുട്ടികൾ ഇങ്ങനെ അടി വാങ്ങുന്നത് നല്ലതല്ല. മക്കള് പോയി അന്വേഷിക്കേ. മാമ, ഞാനും കുറച്ച് നാളുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. വല്ലാത്തൊരു ഭാവമാറ്റം. നീ ലൈനടിച്ച് അങ്ങോട്ടെങ്കിലും പോയതാണോ? ഞാനും അത് തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, അതിന് തുണയായിട്ട് ആൺകഴുത മേടിച്ചു കൊടുക്കാൻ. നീ അത് കേട്ടോ? കഴുതിയാന്ന് പറഞ്ഞാൽ എത്ര കാലം ഒറ്റയ്ക്ക് മാമ ഇരിക്കുമ്പോ വേറെന്തിനും ഒരു കഴുത? ഇത്രയും നാള് കഴുത വാങ്ങിച്ചോണ്ടിരിക്കുന്ന അടി ഇനി നമ്മൾ വാങ്ങിച്ചോണ്ടിരിക്കണം. കാലിയുണ്ടോ ഇവിടെ? ഉണ്ട്. അവൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റില്ല. പുള്ളി ഒന്ന് വിളിക്കാവോ? എഴുന്നേപ്പിക്കാനോ? എന്നാലേ കുറച്ച് വിഷം അങ്ങനെ തിന്ന് ചാവാലോ. എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഞാൻ പോയി വിളിക്കാം. അവന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ മോക്ക് ഉറക്കം വരൂലേ? അങ്ങനെയൊന്നല്ല, അന്ന് വീട്ടിലെ ഫർണിച്ചറൊക്കെ നശിപ്പിച്ചില്ലേ, അത് നന്നാക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളറിയാതെ ഇതൊക്കെ അവൻ ചെയ്തിരിക്കുന്നത്. കാലിക്ക് അടിക്കാനല്ലേ അറിയത്തുള്ളൂ, സഹായിക്കാൻ അറിയത്തില്ല. ശരി, എന്നാ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ മോളെ, മോട് ഇപ്പൊ അവിടെ നടക്കാൻ പോണ കൂത്ത് എന്താണെന്ന് നമുക്ക് കാണാം. കാലി, ഏയ്, നടുവിനിട്ട് ചവിട്ടി കിട്ടിയാ പോലും തിരികെ കിടന്നുറങ്ങും. അപ്പോഴാണ് കാലിയെ നടന്ന് വിളിക്കണത്.
ഇതിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തന്നെ എഴുന്നേപ്പിക്കേണ്ടി വരും. ആരത്? താങ്ക്സ്. എന്തിനാ താങ്ക്സ്? അത് കാർപ്പൻറ്റർ വന്ന് എല്ലാം റിപ്പയർ ചെയ്തിട്ട് പോയി. അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ ഞാൻ. എന്നാ ഞാൻ വരട്ടെ. കാലി ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ. എന്റെ മാമ, ഇന്ന് എഴുന്നേറ്റപ്പോഴേ ഐശ്വര്യമുള്ള അവളുടെ മുഖം ഞാൻ. അതുകൊണ്ടെന്ന് പ്രയോജനം, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്തത്? ആ പെണ്ണിന്റെ തിരുമോന്ത കണ്ടപ്പോഴേ നമ്മളെ തങ്കപ്പെട്ട കഴുത ഓടിപ്പോയി. കഴുത ഓടിപ്പോയതിനും ഈ പെണ്ണിന്റെ മുഖമായിട്ട് യാതൊരു ബന്ധമില്ല. അവൻ കഴുതയുടെ കാര്യം മറന്നുപോയിട്ട് നമ്മുടെ ഭാഗ്യം. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കാൻ പാടില്ല. നാളെ നേരം വെളുക്കുമ്പോ കഴുത എവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടിലെടുത്ത് അത്ര നോക്ക്. മറന്നിട്ടില്ല, പണി നമുക്ക് തന്നെ തിരിച്ചു കിട്ടി. എന്തിനാണ് സേട്ട് ഇങ്ങോട്ട് വരുന്നത്? ഞാനറിയാതെ വല്ലതും കൊണ്ടുപോയി പണം വെച്ചോ? ആ വരൂ വരൂ വരൂ, ഇരിക്കും. പിന്നെ എന്താണ് ഈ വഴിക്കൊക്കെ? ഒന്നുമില്ല കാളി, അടുത്ത മാസം എന്റെ മോളുടെ കല്യാണം. നിനക്ക് കോൺട്രാക്ട് തരാൻ വന്നതാ. അതെ, സേട്ട് ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട. ഷാമിയാന, പന്തലും ലൈറ്റിന്റെ സെറ്റപ്പും സൗണ്ടും അടിച്ച് പൊളിക്കണം. അതെല്ലാം ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. നീ വെറും ട്യൂബ് ലൈറ്റ് മാത്രം ഇട്ടാ മതി. എത്ര ലൈറ്റ് വേണം? അത് കലി 1 കിലോമീറ്റർ ദൂരത്തില് 2 സൈഡിലും ലൈറ്റ് ഇടണം. രാത്രിയില് നല്ല പകല് പോലെ ഇരിക്കണം. ഇന്നാ അഡ്വാൻസ് 10,000 രൂപ വെച്ചു. ബാക്കി ജോലി കഴിഞ്ഞിട്ട് വാങ്ങിച്ചു. ഏയ് നോക്ക്, എനിക്കതൊന്നും വേണ്ട. വർക്ക് നല്ല അടിപൊളിയായിരിക്കണം. ഓക്കെ, നമ്മൾ വരാം. എന്താണ് ഇത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മുമ്പ് 100-200 കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇത്രയും പണം? ഇത് ആര് തന്നു മോനെ? ഇന്ന് കാലത്തെ ഐശ്വര്യമുള്ളൊരു പെങ്കുച്ചിന്റെ മുഖമേ കണ്ടത്. അതിനുശേഷം ആ സേട്ട് വന്നത് എനിക്ക് ഈ ഓർഡർ തന്നത്. പുള്ളിക്കാരൻ തന്ന അഡ്വാൻസ് ചെയ്ത്. നീ പറയുന്ന പോലത്തെ പെണ്ണ് ഈ നാട്ടിൽ എവിടെയാടാ? അതമാ സിനിമയിലെ കോറസ് ഒക്കെ പാടുന്ന പെണ്ണില്ലേ, ജ്യോതി. ഓ, ആ കുട്ടിയാണോ? നീ ശരിയാടാ പറഞ്ഞേ. ആ കുട്ടിയെ കാണുമ്പോ ശരിക്കും മഹാലക്ഷ്മി പോലെയുണ്ട്. ദിവസവും ആ പെണ്ണിന്റെ മുഖം തന്നെ കണി കാണാൻ പറ്റി എന്താവോ? എല്ലാ ദിവസവും ആ കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ ആ കുട്ടിയെന്ന് നിന്റെ ഭാര്യ എങ്ങനാണോ?